ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ വീട്ടിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ രാവിലെ തൊട്ടുള്ള വീഡിയോ കാണിക്കാമെന്ന് പക്ഷേ ആ തിരക്കിലും പിന്നെ രാവിലെ എണീറ്റൊരു മന്ദതയിലാണ് എണീറ്റ് വരുന്നത് കേട്ടോ. 5:15 എണീക്കുന്നത്. അപ്പം അതിനൊരു മന്ദതയിലാണ് എണീക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലത്തെ ചെടിപിടിയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു മൂടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കുക്കർ ബിരിയാണിയാണ്, അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കണം. പിന്നെ ലഞ്ച് ബോക്സോടെ ഒന്ന് പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ കുക്കർ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഫിസിൽ പോയിട്ടില്ല കേട്ടോ, അതാണ് ഞാൻ തുറക്കാഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സലാഡ് ഉണ്ടാക്കണ്ടേ, കച്ചമ്പർ എന്നൊക്കെ പറയും. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഒരു സലാഡ് ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ കൈ കിട്ടിയത് ക്യാരറ്റും സവോളയും തക്കാളിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിട്ട് തൈരും ഉപ്പോടിട്ട് നല്ലൊരു കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുക്കർ തുറന്നിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ തമ്പൊക്കെ കാണിച്ചത് കേട്ടോ. പക്ഷേ പണി പാളിയോ എന്നൊക്കെ ഒരു സംശയത്തിൽ ഞാൻ കുഴച്ചപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞിരുന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കി ഇന്ന് കുഴഞ്ഞാലും കുഴപ്പമില്ല, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയപ്പോൾ ടേസ്റ്റൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്ത് കുഴഞ്ഞാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇളക്കുമ്പോൾ ഫുള്ളായിട്ട് കുഴഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയപ്പം അത് അതിനേക്കാൾ വലിയ പണിയായി കേട്ടോ. അത് നിറഞ്ഞ് തുളുമ്പിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അരിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ആറിയ ശേഷം നമ്മുടെ സാധാ രീതിയിൽ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു ഇനി ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ കുഴഞ്ഞ ബിരിയാണി കൊണ്ടുപോകേണ്ടി വരുമോ എന്ന് കേട്ടോ. പക്ഷേ ഇല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നു ബിരിയാണി, ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ലഞ്ച് ബോക്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ബിരിയാണി അല്ലേ, മുട്ട മുഖ്യം ബിരിയാണി എന്ന് പറയുന്ന പോലെ ഒരു മുഴങ്ങിയ മുട്ടയും കൂടെ അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സലാഡ് നമ്മൾ നേരെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഞാൻ എക്സ്ട്രാ കൊടുത്തു വിടുന്നതെന്ന് വെച്ച് ഇനി അതിൻ്റെ കൂടെ എങ്ങാനും ഒഴിച്ച് പോകണ്ട എന്ന് വിചാരിച്ചേട്ടോ. പക്ഷേ ഒരിക്കത്തില്ല, നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല ചിക്കൻ ബിരിയാണി, നല്ല കുക്കർ ചിക്കൻ ബിരിയാണി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നമ്മൾക്ക് ഈ കണ്ണീർ, കണ്ണുദോഷം, കമ്പയർ അതൊക്കെ ശരിക്കും ഉള്ളതാണോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കുറച്ച് ദിവസമായിട്ട് എന്നെ ചുറ്റിപ്പറ്റി നടപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.